MG സർവകലാശാല അധ്യാപികയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൂടുതൽ വിവരങ്ങൾ മീഡിയ വണിന്. പരാതി ഉന്നയിച്ചവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ SS രശ്മി വണ്ടിച്ചെക്ക് നൽകി പറ്റിച്ചു. സർവകലാശാലയിലെ 10 അധ്യാപകർ തട്ടിപ്പിനിരയായി. അകാരണമായി ജോലിക്കെത്താത്തതിനാൽ രശ്മിയെ യൂണിവേഴ്സിറ്റി സസ്പെൻഡ് ചെയ്തു. MG സർവകലാശാലയിലെ അധ്യാപികയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ എന്തൊക്കെ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്? അമൃത, MG സർവകലാശാലയിലെ അധ്യാപികയുടെ സാമ്പത്തിക തട്ടിപ്പ് വാർത്ത പുറത്തു കൊണ്ടുവന്നത് മീഡിയ വണ്ണാണ്. സ്കൂൾ ഓഫ് ബയോസയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ SS രശ്മി വിവിധ അധ്യാപകരുടെ നിന്നും സഹപ്രവർത്തകരുടെ പക്കൽ നിന്നും ശമ്പള സർട്ടിഫിക്കറ്റ് വാങ്ങി വലിയ വായ്പകൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്ത ശേഷം മുങ്ങുകയായിരുന്നു. 60 ലക്ഷത്തോളം രൂപയുടെ കണക്കാണ് പുറത്തു വന്നിരുന്നത്. 2020 മുതൽ 24 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ ശമ്പള സർട്ടിഫിക്കറ്റ് വാങ്ങി വലിയ തുക വായ്പ എടുത്തത്. പലരുടെയും ശമ്പളത്തിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങൾ പണം പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് പലരും ഇത് ശ്രദ്ധയിൽപ്പെടുകയും ഈ വിവരങ്ങൾ പുറത്തു പങ്കുവെക്കുകയും ചെയ്തത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് സർവകലാശാലയിൽ തന്നെ 10ഓളം അധ്യാപകർ സമാനമായ രീതിയിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഇവരൊക്കെയും പോലീസിൽ പരാതിയുമായി സമീപിക്കുകയും യൂണിവേഴ്സിറ്റിയെ സമീപിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊരു സിവിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായതിനാൽ കേസെടുക്കാനാവില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ജാമ്യം നിന്ന അധ്യാപകരുടെ കൺസെൻറ്റോടുകൂടി തന്നെയാണ് ഈ അധ്യാപിക മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ളതിനാൽ കേസെടുക്കുന്നതിനും മറ്റ് നിയമവശങ്ങൾ ഉണ്ടാവില്ല എന്നതാണ് പോലീസ് പറയുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഈ വിഷയം പുറത്തേക്ക് വരികയും യൂണിവേഴ്സിറ്റി നിരന്തരമായി ജോലിയിൽ ഹാജരാകാത്ത രശ്മിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഈ ആദ്യ തട്ടിപ്പിനിരയായ പല ആളുകളെയും പിന്നീട് അനുരഞ്ജന ചർച്ച നടത്തി പണം തിരികെ നൽകാമെന്നുള്ള ഉറപ്പ് നൽകുകയും പലർക്കും ചെക്കുകൾ നൽകുകയും ചെയ്തു. പക്ഷേ ഈ ചെക്കുകളെല്ലാം വണ്ടി ചെക്കുകൾ മാത്രമായിരുന്നു. ഈ ചെക്കുകളൊന്നും പാസ്സായിരുന്നില്ല. ഇത് പൂർണ്ണമായും ബാങ്കിൽ നിന്ന് മടങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ ചെക്കിൻ്റെ വിശദാംശങ്ങളാണ് നാം ഇപ്പോൾ പുറത്തുവിടുന്നത്. പല അധ്യാപകരും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പലരുടെയും സാമ്പത്തിക നിലവാരം തന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ തട്ടിപ്പ് 1 മുതൽ 10 ലക്ഷം രൂപ വരെ വിവിധ അധ്യാപകരുടെ പക്കൽ നിന്നും നഷ്ടമായിട്ടുണ്ട്. ഇവരൊക്കെ സ്വന്തമായ നിലയിലാണിപ്പോൾ ഈ പണം അടയ്ക്കുന്നത്. കൂടാതെ ഈ അധ്യാപികയെ ഫോണിൽ ബന്ധപ്പെടുവാനും കഴിയാത്തത് വലിയ പ്രതിസന്ധിയാണ്. ഇവർ ഇക്കാര്യത്തിലൊന്നും ഒരു പ്രതികരണമോ ഉറപ്പോ ഇതുവരെ നൽകുന്നില്ല. കൂടാതെ ജോസി, വളരെ ഗുരുതരമായ സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. 10ലധികം ആളുകൾക്ക് അല്ലെങ്കിൽ അധ്യാപകർ ഈ ഒരു തട്ടിപ്പിനിരയായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ഇവർക്കെതിരെ ഒരു സസ്പെൻഷൻ കൊണ്ട് ഈ ഒരു നടപടി ഒതുങ്ങി എന്ന് കരുതാമോ, അല്ലെങ്കിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടതില്ലേ? തീർച്ചയായും സസ്പെൻഷൻ കൂടുതൽ നടപടികളിലേക്ക് യൂണിവേഴ്സിറ്റി കടക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതർ അറിയിക്കുന്നത്. രജിസ്ട്രാർ തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. സിൻഡിക്കേറ്റ് കൂടി ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം അധ്യാപികയ്ക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ തട്ടിപ്പിനിരയായ ഏതാനും ചില അധ്യാപകർ. പല അധ്യാപകർക്കും 1 മുതൽ 10 ലക്ഷം രൂപ വരെ നഷ്ടമായിട്ടുണ്ട്. KSFE അടക്കമുള്ള വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ അധ്യാപിക ഇവരുടെയൊക്കെയും ശമ്പള സർട്ടിഫിക്കറ്റ് വാങ്ങി വലിയ തുക ലോൺ എടുത്തിരിക്കുന്നത്. പിന്നീട് 1 രൂപ പോലും തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നാണ് ഈ ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെയും ഈ ജാമ്യം നിന്ന അധ്യാപകരുടെ ശമ്പളത്തിൽ നിന്നും പണം പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ അധ്യാപകർ മാത്രമല്ല, ചില വിദ്യാർത്ഥികളും ചില ജീവനക്കാരുമൊക്കെയും തട്ടിപ്പിനിരയായിട്ടുണ്ട്. സ്വർണ്ണമായും പണമായും പലരുടെ പക്കൽ നിന്നും ഈ അധ്യാപിക പണം വാങ്ങി മടക്കി കൊടുത്തിട്ടില്ല എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂരിലുള്ള ഒരു പച്ചക്കറി വ്യാപാരിയിൽ നിന്നും വായ്പയായ വലിയ തുക കൈപ്പറ്റിയ ശേഷം അയാൾക്കും പണം തിരികെ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളിലൊന്നും പരാതിയിൽ കേസെടുക്കാനാവില്ല എന്നാണ് പോലീസ് പറയുന്നത്. മിക്ക പരാതികളിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ അധ്യാപകരൊക്കെ തന്നെ അവർ സമ്മതപത്രം നൽകിയിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ ശമ്പള സർട്ടിഫിക്കറ്റ് നൽകി പണം വായ്പ എടുക്കുന്നതിന് സമ്മതപത്രം നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിയമപ്രശ്നങ്ങളുണ്ട്. അത് സിവിൽ കേസാണ്, കോടതിയെ സമീപിക്കേണ്ട കേസാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും സർവകലാശാലയ്ക്ക് വലിയ അപമതിപ്പുണ്ടാക്കിയ കേസാണ്. അതുകൊണ്ട് തന്നെ സർവകലാശാല ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് തട്ടിപ്പിനിരയായ അധ്യാപകർ പറയുന്നത്. എന്തായാലും ഇപ്പോഴും തിരുവനന്തപുരം സ്വദേശിയായ ബയോസയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ രശ്മിയെ ബന്ധപ്പെടുവാൻ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർക്കോ ജീവനക്കാർക്കോ പോലീസിനോ ഒന്നും കഴിഞ്ഞില്ല. പോലീസിന്റെ അടുത്ത് പ്രാഥമികമായ ഒരു പരാതി ചെന്നപ്പോൾ പോലും അവർ ഇത്
പരിശോധിച്ച ശേഷം ഇവർ താമസിക്കുന്ന വട്ടിയൂർക്കാവ് പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും. ആ വിവരങ്ങൾ അവിടുത്തെ പോലീസിനെ അറിയിക്കുമെന്ന് മാത്രമാണ് പരാതിക്കാരോട് പറഞ്ഞത്. എന്തായാലും പരാതിക്കാരായ അധ്യാപകർ, പണം നഷ്ടമായ അധ്യാപകർ വലിയ പ്രതിസന്ധിയിലാണ് നേരിടുന്നത്. പലരുടെയും ശമ്പളത്തിൽ നിന്ന് വലിയ തുക ഓരോ മാസവും ഇപ്പോൾ ഈ EMI അല്ലെങ്കിൽ മാസത്തവണയായി ഇപ്പോൾ ബാങ്കുകൾ പിടിക്കുന്ന ഒരു ഗതികേടിലാണ്. എന്തായാലും അവർക്ക് പണം തിരികെ ലഭിക്കണം. അതോടൊപ്പം തട്ടിപ്പ് നടത്തിയ അധ്യാപികയ്ക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് പൊതുവെ ഉയർന്നു വരുന്നത്. അമൃത. ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.